ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണ വിധേയമായി. എരുമേലി മുതൽ നിലയ്ക്കൽ വരെ വാഹനങ്ങൾ വഴിയിൽ തടയുന്നതും ഒഴിവായിട്ടുണ്ട്. ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നിലയ്ക്കലെത്തിയിട്ടുണ്ട്. പമ്പയിലേക്ക് കെ.എസ്.ആർ.ടി.സി. ബസ്സുകൾ നിലയ്ക്കലിൽ നിന്ന് ആവശ്യാനുസരണം സർവീസുണ്ട്. ഭക്തരെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം നിലവിലില്ല. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗും കുറഞ്ഞു. തീർത്ഥാടകരുടെ തിരക്കും അസൗകര്യങ്ങളും സംബന്ധിച്ച പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ബി.ജെ.പി. നേതാവ് കുമ്മനം രാജശേഖരനും സംഘവും സന്നിധാനത്ത് പരിശോധനയ്ക്കെത്തി. സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് തുറന്ന് സമ്മതിക്കണം. ഭക്തർക്ക് നിലയ്ക്കലും പമ്പയിലും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. വാസ്തവത്തിൽ ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിൻ്റെ കടമയാണ്. സർക്കാർ വളരെ നിഷേധാത്മകമായ, ഒരിക്കൽ പോലും നമുക്ക് മാപ്പർഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കുറ്റമാണ് സർക്കാർ ഈ ജനങ്ങളോട് കാണിക്കുന്നത്, ഈ ഭക്തജനങ്ങളോട്. കുടിവെള്ളവും ഭക്ഷണവും ശുചിമുറിയും ഇല്ലാത്തയിടങ്ങളിൽ ഭക്തരെ തടയരുതെന്ന് ദേവസ്വം മന്ത്രി ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. എരുമേലി മുതൽ നിലയ്ക്കൽ വരെയുള്ള വഴിയിൽ ഒരിടത്തും ഭക്തരുടെ വാഹനങ്ങൾ ഇപ്പോൾ തടയുന്നില്ല. പമ്പയിലേക്ക് നിലയ്ക്കലിൽ നിന്ന് യഥേഷ്ടം കെ.എസ്.ആർ.ടി.സി. സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് 2 ദിവസം മുമ്പുള്ള തിരക്കും ബഹളവുമെല്ലാം ഇതോടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം വി.എസ്. രഞ്ജിത്ത്, റിപ്പോർട്ടർ, നിലയ്ക്കൽ.